Hi everyone, welcome back to the channel Comrade CA. This is your friend Amit. ഇന്നത്തെ വീഡിയോ സെമി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സ്പെഷ്യലാണ്. അവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണേണ്ടതാണ്. നോർമലി സെമി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അവർക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അങ്ങനെ സാധാരണ കിട്ടാറില്ല. ദാറ്റ് മീൻസ് ബിഗ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടാറില്ല. പീപ്പിൾ ഈവൻ ലൈക്ക് ഈ സെമി ക്വാളിഫൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർഡ് CA ഇന്റർ ഓർ കംപ്ലീറ്റഡ് 3 years ഓഫ് ആർട്ടിക്കിൾഷിപ്പ് ഓർ ഈവൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് CA ഫൈനൽ ക്ലിയർ ചെയ്തവരായിരിക്കണം ആൻഡ് വേറെ ഒരു ഗ്രൂപ്പിൽ അവരെവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടാവണം. സോ ദീസ് ആർ സെമി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഇനിയിപ്പം ഏതൊക്കെ സ്ഥലത്താണ് ഇവർക്ക് ഈ എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നത്? ആകെയുള്ളൊരു സ്ഥലം CA ഫേംസ് ആണ്. അല്ലാത്ത സ്ഥലത്തും കിട്ടുന്നതാണ്. പക്ഷേങ്കിൽ CA ഫേംസ് ഈസ് ദി ബെസ്റ്റ് ചോയ്സ് ഓർ ഈസ് ദി ഓൺലി ചോയ്സ്. കുറേ ടൈമിൽ അത് തന്നെയായിരുന്നു. കുറേ ടൈം മീൻസ് കുറേ വർഷങ്ങളോളം അതായിരുന്നു ഒരു ചോയ്സ്. ആൻഡ് ഐ ടേക്ക് മൈ എക്സാമ്പിൾ. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ CA firms after I cleared my CA inter and you know the pay scale normally is not more than 15 to 20,000 per month for a semi qualified chartered accountant. ഓക്കെ, അതല്ലാതെ ഓക്കെ അവർ കുറേ റെഫറൻസോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. ബട്ട് ഇൻ CA firms they are paid normally around 15 to 20,000 per month and you're completely loaded with work, so much as that you don't even have a good weekends off to study for your CA final. അങ്ങനെയുള്ളൊരു ഒരു CA ഫൈനൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മൾ സെമി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടു ഷെയർ വിത്ത് യു ദർ ഇസ് ഇൻ ഇന്ത്യ നൗ ന്യൂലി ദിസ് ഷെയർ ബേസ്ഡ് സർവീസസ് ഓർ ഓഫ് ഷോർ KPOs, ദാറ്റ് ഇസ് നോളജ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിങ്. അതൊക്കെ ഇന്ത്യയിലിപ്പം വളരെ വലിയൊരു രീതിയിൽ തന്നെ ഇന്ത്യയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ഈ ബിഗ് ഫോഴ്സിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സെറ്റപ്പ് ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ദാറ്റ് ഇസ് നോട്ട് ഓൺലി ബിഗ് ഫോഴ്സ്, ലൈക്ക് ഇൻ എ ഡിഫറെൻറ്റ് വേ. ദാറ്റ് ഇസ് ഷെയർഡ് ബേസ്ഡ് സർവീസസ് ഓർ ദിസ് KPOs, ദാറ്റ് ഇസ് PwC, SDC, EY, Deloitte USI, പിന്നെ KPMG ഗ്ലോബൽ സർവീസസ്, KGS എന്ന് പറയും, ആൻഡ് ഇവൻ ഗ്രാൻഡ് തോട്ടൺ. ഇവരൊക്കെ KPOs ആണ്. ഐ മീൻ ഓഡിറ്റ് ഫേംസ് ലൈക്ക്, ആൻഡ് ദേ ഹാവ് സെറ്റപ്പ് ഓഫ് ഷോർ ഓഡിറ്റ് സെൻറ്റേഴ്സ് ഹിയർ. അവർ സ്റ്റാറ്റ് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, ഇൻറ്റർണൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട് ഇൻ ഇന്ത്യ ഫോർ ദെയർ എന്താ പറയുക US ക്ലയൻസ്, UK ക്ലയൻസ്, ഓസ്ട്രേലിയൻ ആൻഡ് കാനഡ ബേസ്ഡ് ക്ലയൻസ്. അവർ ഒരു സിറ്റീസിൽ അവരുടെ ഒരു പേ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നത് ഒരു 5 lakhs-ൻ്റെ അടുത്താണ്. 5 lakhs കൊൽക്കട്ട ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയൊക്കെ. ഇൻ ഹൈദരാബാദ് സ്പെഷ്യലി ദർ ഇസ്, ഐ മീൻ ഐ ഡോണ്ട് നോ, ഹൈദരാബാദ് ദേ പേ ലൈക്ക് അറൌണ്ട് 7 lakhs per annum. ദാറ്റ് ഇസ് ദ സാലറി ദേ ആർ പേയിങ്. So even there are KPOs in Bangalore, not only the big fours, KPOs in Bangalore and Hyderabad, they pay you in the range of 6 to 7 lakhs per annum. Okay, so why am I saying this? Why am I saying this is it is not only big fours, it is also there are other KPOs as well. Why am I saying this is because now the cash flow starts to come to you. Okay, ഈ CA ഫേമും അങ്ങനത്തെ ജോബിൽ തന്നെ നിന്നിട്ട് വെറും ഈ 15 to 20,000 or 30,000 ഒരു പേ സ്കെയിലിൽ മാത്രം നിൽക്കാതെ നിങ്ങൾക്ക് ഒരു KPO മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ, KPO സ്ഥലത്ത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് വരും. ക്യാഷ് ഫ്ലോ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇൻക്രീസ് ആവും. ഓക്കെ, തനത്താനതാവും. ആൻഡ് ഐ ടെൽ യു, ഈ ബിഗ് ഫോഴ്സിൽ അല്ലെങ്കിൽ എന്ത് KPOസിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ കട്ട് നിങ്ങളെ വീക്കെൻഡ്സ് ഒക്കെ ഓഫാണ്. ഓക്കെ, a clear cut work life balance ഉണ്ട്. യു ക്യാൻ പ്രിപ്പയർ ഫോർ യുവർ CA ഫൈനൽ. ഓക്കെ, പ്ലസ് നല്ലൊരു ക്യാഷ് ഫ്ലോ ഉള്ള കാരണം മേ ബി യുനോ CPA എക്സാംസ് ആർ happening in India, so you can do your CPA as well. Okay, and you can clear those 4 papers and take care of your career. So you can do CIMA, you can do ACCA, any professional course. No doubt, I am not asking you to leave CA final, but you got to do those revisions. You got to prepare it very well, and you can watch amazing videos on YouTube or maybe an academy, and they are doing best revisions for the CA final. So you got to remain in touch with this syllabus, complete CA, and even in case if it doesn't happen by bad luck, and you know
you can complete CPA or ACCA. These KPOs are going to clearly take ഈ പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സിനൊക്കെ അവർ കൺസിഡറേഷനിലെടുക്കും. Okay, and some of the KPOs also reimburse the fees of, like for example CPA if you clear it. Okay, so once you get the tag of ACCA, CPA, അപ്പോൾ ഇതൊരു ബ്രാൻഡിങ് പോലെയാവും. ഓക്കെ, യു ആർ എ പ്രൊഫഷണൽ ആൻഡ് ദർ ഇസ് നോ കമ്പാരിസൺ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പാരിസൺ ഇല്ല, ഡോക്ടർ ആൻഡ് കമ്പൗണ്ടർ, ഇവരുടെ ഒരു കമ്പാരിസൺ ആവുന്നുണ്ട്. ഓക്കെ, കമ്പൗണ്ടറിനും ഡോക്ടറിനെ പോലെ ഒക്കെ അറിയാം, പക്ഷേങ്കിൽ ഡോക്ടർ ആവാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഡിബേറ്റ് നമ്മുടെ CA ഫെർട്ടർണിറ്റിയിലും ഇതേപോലത്തെ ഒരു ഡിബേറ്റ് ഉണ്ട്. ഓക്കെ, ക്വാളിഫൈഡ് CAയും സെമി ക്വാളിഫൈഡ് CAയും. സെമി ക്വാളിഫൈഡ് CAന് CAയുടെ അത്രയൊക്കെ നോളജൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ അയാൾ CA അല്ല. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഡോക്ടറും കമ്പൗണ്ടറും ആയതിൻ്റെ ഒരു വ്യത്യാസമാണ് ഈ സെമി ക്വാളിഫൈഡ് CA പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ അത് അങ്ങ് മാറിക്കിട്ടും, നിങ്ങളൊരു പ്രൊഫഷണലാവും. സോ ഇഫ് യു സഡൻലി ബിക്കം എ CPA അല്ലെങ്കിൽ ACC എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഫോർ ഓഫ് ഷോർ സെറ്റപ്പ് which is, I mean, it is going to continuously grow in India. Earlier it was not there, so this is newly grown, very much grown in India, and more work is coming here in India. And the complexity of work is also, that is the complexity of work is there, and the end-to-end work is happening in here. Like partner in India is signing the financials, and it is like an office memo. It is sent to the US UK counterpart. അവിടെയും അവർ അതേപോലെ തന്നെ ഫൈനാൻഷ്യൽസിൽ സൈൻ ചെയ്യാണ്. അപ്പോൾ നിങ്ങളൊരു ഒഫീഷ്യൽ CP ആയി കഴിഞ്ഞാൽ നിങ്ങളെ സൈനും it is going to benefit you, or you get that is the component that is coming in India going forward. This is going to help you. This professional degrees are going to help you. So if you are a semi-qualified CA, and I think instead of just staying at home or just feeling frustrated or just doing only this CA office work or filing tax return or that, it is a good job, but just the cash flow can be increased by going to this KPOs, and with the life, it's always it is going to increase your self-confidence because of the cash flow that comes in. Okay, not only the cash flow, I mean, you get a work-life balance. As I said, you can prepare very well. So it's like in wrestling, if you lose in 65 kg category, sometimes you are put to a lower, that is 56 kg category. You win there, and once you get your confidence and it increases, then you can go back to your 65 or 70 kg and start winning again. So it is just bringing up your confidence. സോ ഈ വീഡിയോ ഉണ്ടാക്കേണ്ട പർപ്പസും അത് തന്നെയായിരുന്നു. കുറച്ച് KPOസും ഷെയർഡ് ബേസ്ഡ് സർവീസസ് അങ്ങനത്തെ എന്തെങ്കിലും ജോബിൽ പോയി കഴിഞ്ഞാൽ യു ഗെറ്റ് MNC കൾച്ചറിൻ്റെ ഒരു നോളജും കിട്ടും, ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ആവും, ലീവ് ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഐ മീൻ റെഗുലർ പ്രിപ്പറേഷൻ, അല്ലാതെ ലീവ് പിന്നെ എപ്പോഴെങ്കിലും ഒരു മാസത്തേക്ക് കിട്ടുമോ? CA ഫേംസ് ഒക്കെ ചെയ്യുന്ന പോലെ കുത്തിയിരുന്ന് എടുപ്പിച്ചിട്ട് പിന്നെ ഒരു മാസം മാത്രം ലീവ് തരും അടുപ്പിച്ചിട്ട്, എന്നിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, റെഗുലർലി നിങ്ങൾ വീക്കെൻഡ്സിലും അല്ലെങ്കിൽ റെഗുലർലി എന്തെങ്കിലും പഠിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അവസാനമുള്ള സമയത്ത് നിങ്ങൾക്ക് ലീവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കത് യൂട്ടിലൈസ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് one stint in the KPOs or offshore shared service center can do wonders to your career. അപ്പോൾ ഇത് ജസ്റ്റ് ബിഗ് ഫോഴ്സിൽ മാത്രമല്ല, HSBC has got share-based services, IDFC has got service centers, Capgemini, Genpact in Bangalore, പിന്നെ JP Morgan, Deutsche Bank, Goldman Sachs, ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ സെമി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവശ്യമുണ്ട്. ആൻഡ് യു നോ ദാറ്റ് സെമി ക്വാളിഫൈഡ് CA with 3 years of articleship is an asset in the accounting or finance team, and because they are hardworking, they are sincere and have technical knowledge, and because you know clearing CA exams sometimes it becomes a matter of luck, and in the meantime you keep getting that confidence of winning and completing your ACCA or CPA, and maybe in that process you can also become a CA. So that is my well wish for you, and I'm sure that this video could be of some help to you, and if it has been, please share it with your friends, near and dear ones, and you can help this channel grow and reach out to a larger number of audiences. And thank you very much for watching this video. Until then, this is Amit signing off. Stay tuned for the next video. So stay healthy, stay motivated, and stay connected.